Hi dear students, മാത്തമാറ്റിക്കൽ ലോജിക്ക് എന്നുള്ളൊരു സെക്ഷൻ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഫയലിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് തരാം, ചെയ്ത് നോക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെറ്റ്സ് ആണ്. സെറ്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടൊരു ടേം ആയിരിക്കും. സെറ്റ്സ് +2 ലെവലിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ എല്ലാ സ്കൂൾ ലെവലിലും പഠിക്കുന്നതാണ്, +2നും പഠിക്കുന്നതാണ്, +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. മാത്സ് പഠിച്ചവർക്ക് അറിയാം. സെറ്റ്സ് അല്ലാതെ തന്നെ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ചെറിയ ക്ലാസ്സുകളിലൊക്കെ സെറ്റ് പഠിക്കുന്നതാണ്. ഗണങ്ങൾ എന്ന് പറയും സെറ്റ്സ്. എന്താണ് സെറ്റ്? സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയാൻ കാരണം ഒരു പ്രത്യേകം രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റുകളായിരിക്കും. അല്ലാതെ വെറുതെ ഒരു ഒബ്ജക്റ്റ് അല്ല, ആ ഒബ്ജക്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. അതായത് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു റൂൾസോ എന്തെങ്കിലും ഒബേ ചെയ്യുന്ന ഒബ്ജക്റ്റുകളായിരിക്കും. അത് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ്, കറക്റ്റായിട്ട് ഒരു ഇതുണ്ടോ അല്ല എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ എങ്ങനെയെങ്കിലും എഴുതുന്ന രീതിയല്ല സെറ്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് ഒബ്ജക്ട്സുകളെ അതിൻ്റെ വെൽ ഡിഫൈൻഡ് ആയിട്ട് എഴുതുന്നതാണ് സെറ്റ്. സെറ്റ് എപ്പോഴും ഡിനോട്ട് ചെയ്യൽ 2 ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ്. ബ്രാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണുന്ന ബ്രാക്കറ്റ്സ്, ഇതിനുള്ളിലാണ് സെറ്റ്സ് ഡിഫൈൻ ചെയ്യാറ്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആൽഫബറ്റ്സ് ആവാം, നമ്പേഴ്സ് ആവാം, എന്തുമാവാം ആ ഒബ്ജക്റ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്താണ് സെറ്റ് എന്ന് ചോദിച്ചാൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇൻ ഫസ്റ്റ് BCA ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ എല്ലാ സ്റ്റുഡൻസും ആ സെറ്റിൽ പെട്ടു. അതിനൊരു സെറ്റിനൊരു പേര് കൊടുക്കും. സെറ്റിൻ്റെ പേര് എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പം ഒരു നിങ്ങളുടെ ക്ലാസ്സിന് പറയുമ്പോൾ ഫസ്റ്റ് BCA ക്ലാസ്സിലെ കുട്ടികളുടെ നമ്മൾ A എന്നുള്ളൊരു സെറ്റായിട്ട് എടുത്തു. ഇനി ഈ സെറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് നിരത്തി എഴുതുകയോ അല്ല റോൾ നമ്പർ നിരത്തി എഴുതുകയോ ചെയ്താൽ നിങ്ങളുടെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഒരു സെറ്റാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ഡിനോട്ട് ചെയ്യുക. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് സെറ്റിൻ്റെ പേര് ഡിനോട്ട് ചെയ്യുക. ബ്രേസിൻ്റെ ഉള്ളിൽ നിരത്തി എഴുതിയിട്ടാണ് ഒബ്ജക്റ്റ് ആയാലും നമ്പേഴ്സ് ആയാലും ഡിഫൈൻ ചെയ്യുക. ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല, ഒരു വാല്യൂ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സെറ്റിൻ്റെ ഉള്ളിൽ എഴുതില്ല. ഇത്രയാണ് സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻ, ഒരു ഗാർഡനിലെ ഫ്ലവേഴ്സ്, അതും ഒരു സെറ്റായിട്ട് നമുക്ക് പറയാം. എന്തും എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഒരു എക്സാമ്പിളാണ് എഴുതിയിട്ടുള്ളത്. എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്. എന്ന് പറഞ്ഞ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് സെറ്റാണെന്ന് പറഞ്ഞത് എന്തിനാണ്? എല്ലാ ഈവൻ നമ്പറിൻ്റെയും സെറ്റാണ് A എന്ന് പറഞ്ഞിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2, 4, 6 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ്. 2, 4, 6, 8 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആ സെറ്റിന് നമുക്ക് സെറ്റിൻ്റെ ഫോർമാറ്റിൽ എഴുതാം. ക്യാപിറ്റൽ A ഈക്വൽ ടു 2, 4, 6, എക്സെട്ര എന്ന് എഴുതി വേണമെങ്കിൽ നിർത്താം. പക്ഷേ അതൊരു ജനറൽ ഫോർമാറ്റ് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്ത് പഠിക്കുമ്പോഴും അങ്ങനെ പഠിക്കുമ്പോഴാണ് അത് തറോ ആവുന്നത്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അറിയുന്നത്. അതുകൊണ്ട് 2n എന്ന് എഴുതി. അത് 2n എഴുതാൻ കാരണം 2ൻ്റെ മൾട്ടിപ്പിളാണ് എപ്പോഴും ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. 2 എന്ന് പറയുമ്പോൾ 2 × 1, 4 എന്ന് പറയുമ്പോൾ 2 × 2 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു n എന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്ത് 2n എന്ന് എഴുതുന്നത്. 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നതുകൊണ്ടാണ് 2n എന്ന് എഴുതിയത്. എക്സെട്ര കാരണം നീണ്ടു പോകുന്നതാണ്. ഒരിക്കലും ഒരു ഫൈനൈറ്റായ സെറ്റല്ല, അതായത് ഇത്ര വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പോൾ എന്താണ്, അത് അവസാനിക്കാതെ സെറ്റാണ്. 2n എന്ന് കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല എക്സെട്ര എന്ന് പറഞ്ഞത് പോകുന്നത്. അതേസമയം രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സാണ്. അതായത് 1, 3, 5, 7, 9 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇടയിലുള്ള ഒരു ടേം അല്ലെങ്കിൽ ജനറൽ ടേം 2n എന്ന് പറയാൻ കഴിയില്ല. 2n എന്ന് പറയുമ്പോൾ എപ്പോഴും 2ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടിയതാണ്. അതായത് 1 എന്ന് പറയുമ്പോൾ 0 എന്നൊരു നമ്പറിനോട് കൂടി 1 കൂട്ടിയത്, പിന്നെ അടുത്തത് പറയുമ്പോൾ 2നോട് കൂടി 1 കൂട്ടിയത്, പിന്നെ 4നോട് കൂടി 1. അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടിയിട്ട് 1 ആഡ് ചെയ്ത നമ്പർ ആയതുകൊണ്ടാണ് 2n + 1 എഴുതാൻ കാരണം. അതാണ് ഇവിടെ 2n + 1 എന്ന് എഴുതിയത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ.
ഇനി മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബ് സെറ്റ്. ഒരു സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് പല ബുക്കിൽ പല രീതികൾ പറയും. രീതികളെല്ലാം തന്നെ ഒന്ന് തന്നെയാണെങ്കിലും ആ പറയുന്ന ചിലപ്പോൾ ഹെഡിങ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പേരിൽ. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന രീതി ആയിരിക്കില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസിൽ സെറ്റ്സ് തിയറി പഠിക്കുമ്പോൾ അതിൽ വാരിയസ് ഡിസ്ക്രൈബിങ് മെത്തേഡ്സ് പറയുമ്പോൾ അതിൽ 3 തരം പറയുന്നു. നിങ്ങൾക്ക് 2 തരമേ പറയുന്നുള്ളൂ. 2 തരം, പക്ഷേ 2 തരത്തിലെല്ലാം സംഭവങ്ങളെല്ലാം ഒരേ ഇത് തന്നെയാണ്, പക്ഷെ പറയുന്ന ആ രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ്. ഒരേ കണ്ടൻറ്റൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റ് ഡിസ്ക്രൈബ് ചെയ്യുക? അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എഴുതിയ രീതി ഈക്വൽ ടു 1 2 3 നിരത്തി എന്ന രീതി, അതാണ് ഒരു രീതി. മറ്റൊന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി, അതായത് എക്സ്പാൻഡ് ചെയ്ത് പറയും. സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ പറ്റിയിട്ടൊന്ന് വിവരിച്ച് പറയാം. അങ്ങനെ 2 രീതിയാണുള്ളത്. അത് നമുക്ക് ഒന്നും കൂടി പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിങ് സെറ്റ്. ഫസ്റ്റ് ടാബുലാർ അല്ലെങ്കിൽ റോസ്റ്റർ അല്ലെങ്കിൽ എന്യൂമറേഷൻ എന്നൊക്കെ പറയാം. ടാബുലാർ മെത്തേഡ് എന്ന് പറയാം, റോസ്റ്റർ മെത്തേഡ് എന്ന് പറയാം, എന്യൂമറേഷൻ മെത്തേഡ് എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് വി ഡിഫൈൻ എ സെറ്റ് ബൈ ആക്ച്വലി ലിസ്റ്റിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മെമ്പേഴ്സിന് എഴുതുന്ന രീതിക്ക് പറഞ്ഞാണ് ടാബുലാർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ്, എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. ഈ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡറാണ്. സെറ്റ് ബിൽഡർ എന്ന് പറയുമ്പോൾ സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ റൂൾ മെത്തേഡ്, സെക്ടർ മെത്തേഡ്, പ്രോപ്പർട്ടി ബിൽഡർ മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ എന്താണ് എങ്ങനെയാണെന്നുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്ന മെത്തേഡാണ് ആ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് വി ഡിഫൈൻ എ സെറ്റ് ബൈ സ്റ്റേറ്റിംഗ് certain properties which is number സാറ്റിസ്ഫൈ ഒരു എന്തോ മെമ്പറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കണ്ടീഷൻ വിവരിക്കുന്ന തരത്തിലാണ് രണ്ടാമത്തെ പറഞ്ഞത്. എക്സാമ്പിൾ പറയുന്നു. കൺസിഡർ ദ സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഗാർഡൻ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ്. അതായത് ഒരു ഗാർഡനിലെ ഫ്ലവേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. നോക്കൂ, സെറ്റ് എ ആണ് ഫ്ലവേഴ്സിൻ്റെ സെറ്റ്. അതിനുള്ളിൽ പറയുന്നത് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഒരു വേരിയബിളാണ്. അപ്പോൾ എക്സ് എന്താണെന്ന് പറയണം. എക്സ് ആണ് സെറ്റിൻ്റെ ഉള്ളിലുള്ളത്. എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ് എന്തോ ഒരു ആവാം. കാരണം എക്സ് ഒരു വേരിയബിളാണ്. എക്സിന് എന്ത് വാല്യൂ വേണമെങ്കിൽ ചേഞ്ചബിളാണ്. സോ എക്സ് എന്താണെന്ന് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ എക്സ് ഇട്ടിട്ട് 2 കുത്ത് കോളൻ ഇട്ട്, അതായത് കോളൻ ഇട്ടിട്ട് പറയും എക്സ് ഈസ് എ ഫ്ലവർ ഇൻ ദ ഗാർഡൻ. എക്സ് എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ്, ഗാർഡനിലൊരു ഫ്ലവറാണ്. ജസ്റ്റ് എക്സ് എന്ന് മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ എക്സ് എന്താണെന്ന് നമുക്കറിയില്ല. ഒരു ഗാർഡനിൽ ഒരുപാട് ഫ്ലവർ ഉണ്ട്. അപ്പോൾ മെൻഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്ന് കോമട്ട് റോസ് മുല്ല അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡിലൂടെ സിമ്പിളായിട്ട് എഴുതാം. സെറ്റ് എക്സ് എഴുതിയിട്ട് എക്സ് എന്താണെന്ന് പറയാം. എക്സ് ഈസ് എ ഫ്ലവർ ഇൻ ദ ഗാർഡൻ. എക്സ് എന്ന് പറയുന്നത് ഗാർഡനിലെ ഫ്ലവറാണ്. ഒറ്റ വാക്കിൽ കഴിഞ്ഞു. അപ്പോൾ അതൊരു രീതിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്ത് നമുക്ക് നിരത്തി എഴുതാം. ഗാർഡനിലെ ഓരോരോ ഫ്ലവറും കോമട്ട് എഴുതുക. അതൊരു രീതിയാണ്. 2 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഈ 2 രീതിയാണ് നമ്മുടെ സെറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ. ഇത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്താണ് സെറ്റ്, എക്സാമ്പിൾ, 2 മെത്തേഡ് സെറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള 2 മെത്തേഡ് ഇത്ര ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ.